ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കോച്ച് യാത്രയുടെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലണ്ടനിലെ സ്റ്റാറ്റ്ഫോർഡിൽ നിന്നും സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലുള്ള നാഷണൽ എക്സ്പ്രസിൻ്റെ ഒരു കോച്ചിൽ ഉടനീളമുള്ള കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത്. വണ്ടി ഇപ്പോൾ കോച്ച് സ്ട്രാറ്റ്ഫോർഡ് അവിടെ പിക്കപ്പ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റ്സ് ആവും. ഇതിൻ്റെ റോഡിൻ്റെ ഇത് ഇരുവശങ്ങളിലും നല്ല മൈതാനങ്ങൾ കാണാം. പുൽത്തകിടി പോലെ അനേകം ആയിരക്കണക്കിന് ഏക്കറുകളുള്ള തുറസായ സ്ഥലങ്ങളാണ്. ഒരു മെയിൻ റോഡാണ് M11. ഒരു മിനിമം സ്പീഡുണ്ട് ഈ റോഡിനൊക്കെ. അതിൽ സ്പീഡ് കുറച്ച് പോകാൻ പാടില്ല വണ്ടികളൊക്കെ. കാണാൻ വളരെ രസമുള്ള പുൽത്തകിടികളാണ്. അനേകം ഏക്കറുകളുണ്ട്. പല സൈഡ് റോഡുകളും ഈ മെയിൻ റോഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. കോച്ച് സ്റ്റാൻസ്റ്റഡ് ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നും ദുബൈയിലോട്ട് ഒരു 5 ഡേയ്സ് ഹോളിഡേക്ക് പോവുകയാണ്. കോച്ച് വളരെ ഫാസ്റ്റിലാണ് പോണത്. ഇവിടെ ഫേമസ് ഒരു കോച്ച് കമ്പനിയാണ് നാഷണൽ എക്സ്പ്രസ്. ഇങ്ങനെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ കോച്ച് സർവീസുണ്ട്.
ലണ്ടൻ്റെ ഭൂപ്രകൃതികളൊക്കെ ഇതുപോലെയൊക്കെയാണ് ഈ കാണുന്നത്. ഏറെക്കുറെ നമ്മളെ നാട്ടിലെ ഒരു ലുക്ക് പോലെയൊക്കെ വരും വെളിയിൽ നിന്നൊക്കെ നോക്കിയാൽ. ഈ സിറ്റി ചില പ്രത്യേക ഏരിയകളിൽ മാത്രമാണ് വീടുകൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള തുറസായ സ്ഥലങ്ങൾ കാണാം. ചില സ്ഥലങ്ങളിൽ ഈ കൃഷിയൊക്കെ ചെയ്യും, ഫാം വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും ഒക്കെ. ഈ റോഡ് വളരെ സ്ട്രൈറ്റായിട്ട് കിടക്കുകയാണ്. 3-4 വരി 4-5 ലൈനുകളുണ്ടായിരിക്കും. അപ്പം ഇത് ലണ്ടനിലെ കാഴ്ചകളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ലണ്ടൻ്റെ ഒരുവിധമുള്ള മിക്ക പ്രദേശങ്ങളും ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലണ്ടൻ എന്താണെന്നും ലണ്ടൻ്റെ ഭൂപ്രകൃതി എന്താണെന്നും ഏറെക്കുറെ കുറച്ച് കാഴ്ചകൾ പരിപൂർണമായിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നാലാവുന്ന ഈ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഒത്തിരി ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്സിൻ്റെ 2 വീഡിയോ ആയിട്ട്. ഇത് പാർട്ട് 1 ആണ്. ഏറെക്കുറെ എയർപോർട്ടിന് സമീപത്ത് എത്താറായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വലിയ എയർപോർട്ടാണ് ഏറ്റവും വലുത്, ഹീത്രോ എയർപോർട്ട്. അത് കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലൈറ്റുകളൊക്കെ വരുന്ന ഒരു ബിസി എയർപോർട്ടാണ് സ്റ്റൻസ്റ്റഡ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു 45 മിനിറ്റ്സ് കോച്ചിൽ യാത്ര ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാർ പാർക്കിംഗ് ഒക്കെയാണ് അവിടെ ദൂരെ കാണുന്നത്. എയർപോർട്ടിൻ്റെ അനുബന്ധമായിട്ടുള്ള വിസിറ്റേഴ്സ് കാർ പാർക്ക്. അതിൻ്റെ 3-4 കാർ പാർക്കുണ്ട്. അതിൽ വേറെ ഒരു കാർ പാർക്കാണ് എയർപോർട്ടിൻ്റെ തന്നെ കാർ പാർക്ക്. 1 കാർ പാർക്ക് 2 എന്നൊക്കെ ഉള്ള ഏരിയ തിരിച്ച്. എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയസാണ്. കോച്ചുകൾ വന്ന് നിൽക്കുന്നതിന് പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിരിക്കും ഈ കോച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് വളരെ ടെർമിനലിനോട് വളരെ അടുത്താണ്. അവിടെ നിന്ന് പിന്നെ ജസ്റ്റ് 2-3 മിനിറ്റ്സ് വാക്കിങ്ങേ ഉള്ളു.
ഒക്കെ കോച്ച് അവിടെ നിന്നു. അവിടെ നിന്ന് ഫ്ലൈനിൽ പോകാനുള്ള എല്ലാവരുമൊക്കെ 1 by 1 ആയിട്ട് ഇറങ്ങുകയാണ്. നാഷണൽ എക്സ്പ്രസ് കോച്ച്